G7 ഉച്ചകോടിക്ക് കാനഡയുടെ ക്ഷണം ഒടുവിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണം സ്വീകരിച്ചിട്ടുമുണ്ട്. ഈ മാസം 15-ാം തീയതിയാണ് G7 ഉച്ചകോടി ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്? മോദിക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് കാർണിയുടെ ഈ ഒരു ക്ഷണത്തെക്കുറിച്ചും ഒപ്പം കാനഡ ഇന്ത്യക്ക് മുന്നിൽ വീണ്ടും തലകുനിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് ഈ ഒരു ഇൻവിറ്റേഷനിലൂടെ കാണാൻ സാധിക്കുക? ക്ഷണം സ്വീകരിക്കുന്നത് ഏതർത്ഥത്തിലാണ് തലകുനിക്കലാകുന്നത്? നേരത്തെ മാധ്യമങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അപക്വമായ, പ്രത്യേകിച്ച് കേരളത്തിലെ അപക്വമായ മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തിയ ഒരു വാർത്തയാണ് G7 ഇന്ത്യയെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ മോഡിയെ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അപക്വ മാധ്യമ പ്രവർത്തകരാണ്. ഈ G7 ഉച്ചകോടി തുടങ്ങിയതിന് ശേഷം 12 തവണ ഇന്ത്യ അതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നരേന്ദ്ര മോഡിയുടെ 11 വർഷത്തിനിടയിൽ 6 തവണ അദ്ദേഹം അതിൽ പങ്കെടുത്തു. 7ാമത്തെ തവണയാണ് ഇപ്പം പങ്കെടുക്കാൻ പോകുന്നത്. നേരത്തെ തൊട്ടു മുമ്പേ അദ്ദേഹത്തിന് ക്ഷണമില്ലായിരുന്നു. ആ ക്ഷണമില്ലായ്മയുടെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയോടുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും വൈരാഗ്യമോ എന്തെങ്കിലും കാര്യമാണോ എന്ന് തോന്നുന്നില്ല. ഒന്നാമത് ഇദ്ദേഹം, അതായത് കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനമേറ്റെടുക്കുന്നത് ഏപ്രിൽ 28-ാം തീയതിയാണ്. ഇപ്പം ഇത് ജൂൺ മാസം ഇന്ന് 11-ാം തീയതി ആയിട്ടുള്ളൂ. ഈ സമയത്തിനിടയ്ക്കാണ് അത് ഒഫീഷ്യലായിട്ട് ചില തർക്കങ്ങൾ ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ പങ്കെടുപ്പിക്കണോ വേണ്ടായോ എന്നുള്ളത്, കാരണം ഇത് കാനഡയിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് അവർക്ക് ചിന്തിക്കേണ്ടി വന്ന അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള, ആഭ്യന്തരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ആ ക്ഷണം നമുക്ക് വന്നില്ല. പക്ഷേ പിന്നെ ഈ ക്ഷണം എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി അപക്വ മാധ്യമ പ്രവർത്തകരാരും അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ക്ഷണം വന്നത്? ക്ഷണം വരാൻ എൻ്റെ നോട്ടത്തിൽ ഞാൻ ഇതിനെ കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു ആവശ്യകത ആ സമ്മേളനത്തിലുണ്ട്. 6 തവണ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇത്തവണ കൂടി ക്ഷണിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. UK, US, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, കാനഡ തുടങ്ങിയ 7 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഈ മീറ്റില് അവർക്ക് അവരുടെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊന്ന് ആഗോളപരമായ ഒരു വളർച്ചയുടെ, അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോവുകയാണ്. ലോകം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ജീവിക്കണ്ടേ? ആ ജീവിതത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെ പറ്റി ആലോചിക്കേണ്ട ഒരു മീറ്റിലാണ് നിർബന്ധമായിട്ടും ഇന്ത്യയെ പങ്കെടുപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചെങ്കിൽ അതെങ്ങനെ ഇന്ത്യക്ക് അപമാനകരമാകും? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ മുമ്പിലുള്ള കീഴടങ്ങലോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അകത്തില്ല. അതിലുപരി ഇന്ത്യയെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു രജതരേഖയാണ് ഈ ക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാനഡയുമായിട്ട് ഇന്ത്യക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഈ പറയുന്ന കുടിയേറ്റക്കാരുടെ പ്രശ്നമാണ്. ഇന്നിപ്പം കാനഡയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാനഡയില് ഇന്ത്യൻ വംശജരുടെ എണ്ണം വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ മതമനുസരിച്ചിട്ടുള്ള ആളുകളുടെ വ്യത്യാസം എടുത്താലും വലിയ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് കാനഡ. അപ്പൊ അതിൻ്റെ ആ മതങ്ങളുടെ, ഹിന്ദു മതത്തിന്റെ പൂർവീയസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഇവരുടെ തർക്കം എന്ന് പറയുന്നത്, നമ്മൾ ഭീകരവാദത്തെ നേരിടുന്ന, ഇന്ത്യ ഭീകരവാദത്തെ നേരിടുന്നതിലുള്ള തർക്കമാണ്. അക്കാര്യത്തില് പക്ഷേ പഹൽഗാമയോടുകൂടി ഒരു കാര്യം ലോകത്തിന് വ്യക്തമായിട്ടുണ്ട്: ഭീകരവാദികളോട് 0 ടോളറൻസ് ആണ്. പക്ഷേ ലോകം സമാധാനപരമായിട്ട് പോകുന്നതിന് നമുക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ,
അതായത് മനുഷ്യന് ജീവിക്കാൻ ഉതകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഒരു താല്പര്യവും ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാടും, ഈ രണ്ട് കാര്യങ്ങൾ ആണ് ഇന്ത്യയെ ഒരു VIP ആയിട്ട് ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ സ്വീകരിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് അപക്വമാധ്യമ പ്രവർത്തകർ പറയുന്ന പോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ത്യ അംഗീകരിക്കുന്നതിന്റെ ഒരു രജതരേഖ കൂടിയാണ്. സർ, പക്ഷേ നമ്മളെ ഈ ഇന്ത്യയെ ക്ഷണിച്ചില്ല എന്ന് നമ്മൾ പറയുന്നത് കാനഡയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. കാനഡയാണ് ഇന്ത്യയെ ക്ഷണിക്കേണ്ടത്. ജസ്റ്റിൻ ട്രൂഡോ ഇറങ്ങിയതിന് ശേഷം മാർക്ക് കാർണി വരുന്നു. കാർണിയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായ ഒരു ഉലച്ചിൽ, പിന്നീടുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അധികാരത്തിൽ തുടരാൻ പോലും സാധിക്കാതിരുന്നത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം അത്രയേറെ വഷളായത് കൊണ്ടാണെന്ന് ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ സമയത്ത് വാർത്ത നൽകിയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഒരു G7 ഉച്ചകോടി കാനഡയിൽ നടക്കുമ്പോൾ ഇന്ത്യക്ക് ക്ഷണം നൽകിയില്ല അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ഇന്ത്യക്കില്ല എന്ന വാർത്ത ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിന്റെ ഒരു എന്താ പറയാ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നടന്നതാണ് എന്ന് ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റിക്കോ? ഇതിലെ കീവേഡ്, അതായത് എന്താണ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ കാര്യം നീതുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വന്നിട്ടുണ്ട്. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിലെ തെറ്റിദ്ധാരണയാണ് ഇതിന്റെ ക്ഷണം വൈകിയതിനുള്ള കാരണം എന്ന് നമുക്ക് ഈ അനുമാനിക്കാവുന്നതാണ്. കാരണം വളരെയധികം മൈഗ്രൻസ്, അതായത് കുടിയേറ്റക്കാരും അല്ലാതെ അവിടെ പഠിക്കാൻ പോകുന്നവരും ജോലി ചെയ്യുന്നതും ഒക്കെ കാനഡയിലേക്ക് അനവധി ഇന്ത്യക്കാർ പോകുന്നുണ്ട്. അതിൽ തന്നെ ഹിന്ദു ഭൂരിപക്ഷവും ഹിന്ദു ആറ്റിറ്റ്യൂഡിലുള്ള മറ്റു മതസ്ഥരുമുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ ഒരു പൂർവ രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് സുപ്രധാനമായൊരു പങ്കുണ്ട്. വളരെ സൗമ്യരായ മനുഷ്യരുള്ള ഒരു കുടിയേറ്റ രാജ്യമാണ് കാനഡ. ഈ കാനഡയില് ഇന്ത്യക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിനെ പറ്റി തെറ്റിദ്ധാരണയുടെ പുറത്തല്ലാതെ കനേഡിയൻ സർക്കാരിന് ചിന്തിക്കാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ചില തെറ്റിദ്ധാരണകൾ ഉടലെടുത്തു. അതിന്റെ തുടർച്ച എല്ലാ ഗവൺമെന്റുകളും തുടർച്ച ഗവൺമെന്റുകളാണ്. അല്ലെങ്കിൽ മതം അട്ടിമറിക്കുന്നതോ പട്ടാളം അട്ടിമറിക്കുന്നതോ ആയ ഗവൺമെന്റുകൾക്കൊക്കെ മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ജനാധിപത്യത്തിൽ എല്ലാ സർക്കാരുകളും തുടർച്ചയായ സർക്കാരുകളാണ്. അപ്പൊ ഈ സർക്കാരില് ഈ പറയുന്ന ഒരു തെറ്റിദ്ധാരണ കുറച്ചു കാലം ഒരു മേഘം പോലെ ഇന്ത്യ കനേഡിയൻ റിലേഷൻഷിപ്പിന്റെ മുകളിൽ നിലനിന്നു. ഇപ്പോൾ അതിന് ഒരു മാറ്റമുണ്ടായി, അല്ലെങ്കിൽ ഒന്ന് മഴ പെയ്തു തോർന്നു. അവര് ശരിയായ പാതയിലേക്ക് മുന്നേറാനുള്ള ശ്രമത്തിൽ അവരും അതിനോട് സഹകരിക്കാൻ ഇന്ത്യയും തയ്യാറാണ്. അതാണ് ഇപ്പൊ ഇതിൻ്റെ അകത്തുള്ള. നമുക്ക് എന്തുകൊണ്ട് ഒരു കാര്യത്തിനെ അതിന്റെ നന്മയിൽ കണ്ടുകൂടാ? അതിനു പകരം ഒരു വിദ്വേഷപരമായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കാനഡയിലേക്ക് കുടിയേറുന്നവരോടും അവിടെ പഠിക്കാൻ പോകുന്നവരോടും കൊടുത്തൊരു ഉപദേശമുണ്ട്. വിദ്യാർത്ഥികള് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ പോയി ചേരണം, അല്ലാതെ മറ്റ് സ്ഥാപനങ്ങളിൽ പോയി ചേർന്ന് അബദ്ധക്കാരാകരുത്. ഇതാണ് കൊടുത്തത്. അതിനെ ഇവിടുത്തെ മാധ്യമങ്ങൾ പൊലിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം സ്ട്രെയിൻ ചെയ്തു എന്നാണ്. ശരിക്കും അങ്ങനെയല്ല. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിൽ ഗവൺമെന്റിനുള്ള ആശങ്ക അനുസരിച്ചിട്ടാണ് അത് പരിഹരിക്കാനുള്ള മാർഗമാണ് ഈ പറഞ്ഞത്. കാരണം ഇവിടുന്ന് ആരും പോകണ്ട എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്
ഇന്ത്യൻ സർക്കാരിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവർ കുറുക്കുവഴികൾ തേടും. അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ അവർ ഏതൊക്കെ വഴിയിലൂടെയാണ് അമേരിക്കയിൽ എത്തിച്ചേർന്നത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമായ ഗൈഡ് ലൈൻസ് അതിൻ്റെ അകത്ത് കൊടുത്തത്. അതിനെയും നമ്മൾ അതിൻ്റെ നന്മയുടെ വസ്തുത കാണാൻ നമ്മളുടെ ബുദ്ധിജീവികൾക്കും മാധ്യമപ്രവർത്തകർക്കും കഴിവില്ലാതെ പോകുന്നത് കൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരുപാട് അന്തർഛിദ്രങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യുകയല്ല വേണ്ടത്, അവഗണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പറയുന്ന തെറ്റിദ്ധാരണ മാറുകയും തെളിഞ്ഞ അന്തരീക്ഷം നിലവിൽ വരികയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്ന് മാത്രമല്ല, അതിലേക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ദിശാ ബോർഡാണ് ഇപ്പോൾ G7 ഉച്ചകോടിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. അതാണ്. എന്തായാലും ഒരൽപ്പം കാത്തിരുന്നതിന് ശേഷമുള്ള വിവാദങ്ങൾ മതി എന്നതാണ്. എന്തായാലും ഇന്ത്യക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് G7ലേക്ക് ക്ഷണം നൽകിയിരിക്കുകയാണ് കാനഡ. കാർണിയുടെ നേരിട്ടുള്ള ക്ഷണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് എന്നും അറിയാൻ സാധിക്കുന്നു. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വിവാദങ്ങളെല്ലാം അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.